ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വയക്കര ശ്രീ ചേട്ടൂർക്കാവിൽ നടന്ന ഇളനീരെഴുന്നള്ളത്ത് മറ്റു ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. വയക്കര മുണ്ടിയ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഇളനീർക്കാവുകൾ പ്രാർത്ഥന ചൊല്ലി പുറപ്പെട്ടത്. താലപ്പൊലിയും വാദ്യമേളവും മുത്തുക്കുടകളും അകമ്പടി സേവിച്ച ഇളനീർ എഴുന്നള്ളത്തിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇളനീർ തണ്ടുകളുമായി ചേട്ടൂർക്കാവിലെത്തി പ്രാർത്ഥനാ സമർപ്പണം ചെയ്തത്. മഹാശിവരാത്രി ആഘോഷത്തിന്റെ പ്രാധാന്യം കണ്ടറിഞ്ഞാണ് ക്ഷേത്രത്തിൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. പരമ്പരാഗതമായ ആചാരവിശ്വാസത്തിലെ പവിത്രത പിന്തുടർന്നു പോരുന്നതാണ് ശിവരാത്രി ആഘോഷത്തിലെ ഭക്തിനിർഭരമായ ചടങ്ങുകൾ. മലയോരത്തെ പ്രധാന ആരാധനാ കേന്ദ്രമായ വയക്കര ശ്രീ ചേട്ടൂർക്കാവിൽ തീർത്തും വ്യത്യസ്തമായ ചടങ്ങുകളോടെയാണ് ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചത്. പ്രകൃതിസുന്ദരമായ ചേട്ടൂർക്കാവിലെ ഉൾഭാഗത്ത് സ്വയംഭൂവായ ശിവപ്രതിഷ്ഠയെ പ്രാർത്ഥിച്ചാരാധിച്ചാണ് ശിവരാത്രി മഹോത്സവം ആഘോഷിക്കുക. ഭക്തിവിശ്വാസത്തെ ആചാരപൂർവ്വം അനുഷ്ഠിക്കുന്ന കാവിൽ ഇളനീർ സമർപ്പിക്കുന്ന ചടങ്ങ് ഏറെ ഭക്തിസാന്ദ്രമാണ്. വയക്കര മുണ്ടിയ ക്ഷേത്രത്തിൽ നിന്നുമാണ് കാവിലേക്ക് കെട്ടുകാഴ്ചയായി ഇളനീർ എത്തിക്കുക. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയാണ് ഇളനീർ തണ്ടുകൾ തോളിലേന്തി പ്രാർത്ഥനാമാന്ത്രത്തോടെ സന്നിധിയിൽ സമർപ്പിക്കുക. പഞ്ചവാദ്യത്തിന്റെയും താലപ്പൊലിയുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയാണ് വയക്കര മുണ്ടിയയിൽ നിന്നും ഇളനീർ കെട്ടുകാഴ്ച ഘോഷയാത്രയായി പുറപ്പെട്ട് ചേട്ടൂർക്കാവ് ക്ഷേത്രത്തിൽ സമർപ്പിച്ചത്.
ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ പുതുമന ഇല്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചേട്ടൂർക്കാവിൽ ഗണപതി ഹോമം നടന്നു. ഇളനീർ എഴുന്നള്ളത്തിന് ശേഷം നടന്ന അന്നദാനത്തിലും നിരവധി ആളുകൾ പങ്കാളികളായി. 4 ഏക്കർ 35 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം. നിലവിൽ തെങ്ങ്, കമുക്, കുരുമുളക്, പ്ലാവ്, മാവ് എന്നിവയാണ് ഉള്ളത്. ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട്. സ്കൂൾ, ബാങ്ക്, ആരാധനാലയങ്ങൾ, ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്.